എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്ക് മാൻസന്റെ മോഡൽസ് എന്ന പുസ്തകത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത്, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു പുരുഷന് എങ്ങനെ ശരിക്കും ആകർഷകനാകാൻ കഴിയും. അതിനൊരു പ്രത്യേക മോഡലുണ്ട്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മൾ നേരിടുന്ന പ്രധാന ചോദ്യം, അല്ലേ? ഇന്നത്തെ കാലത്ത് ആകർഷകനായൊരു പുരുഷനെന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ പോലെ സമൂഹത്തിൽ പുരുഷന് ഇന്ന റോളുകളുണ്ട് എന്നൊന്നും ഇപ്പോഴില്ല. അപ്പോ പിന്നെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണൊരു പുരുഷനെ ശരിക്കും ആകർഷകനാക്കുന്നത്? ശരി, നമുക്കിതിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ആശയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ശരി, അപ്പോ ഇതാണ് കാര്യം. ഈ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി പുരുഷന്മാർക്ക് മുന്നിൽ ശക്തനാവുക, ആകർഷകനാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നതിന് വ്യക്തമായൊരു മോഡലില്ലാതെയാണ് അവർ വളരുന്നത്. നിങ്ങൾക്കറിയാമോ, പണ്ടൊക്കെ സംരക്ഷകൻ അല്ലെങ്കിൽ കുടുംബം നോക്കുന്നവൻ എന്നൊക്കെയുള്ള വ്യക്തമായ റോളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നോ ആ റോളുകൾക്കൊന്നും പഴയ പ്രസക്തിയില്ല. ഇതൊരു തരം ശൂന്യതയാണുണ്ടാക്കുന്നത്, പിന്തുടരാൻ ഒരു ക്ലിയർ പാത്ത് ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരു ശൂന്യത നികത്താൻ വേണ്ടി പലരും സാധാരണയായി രണ്ട് കുറുക്കുവഴികൾ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് വഴികളും അവസാനം നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് നിരാശയിൽ മാത്രമായിരിക്കും. ഇതിലാദ്യത്തെ വഴി പെർഫോമൻസ് ആണ്, അതായത് അഭിനയം. ശരിക്കും ആത്മവിശ്വാസമില്ലെങ്കിലും ഉണ്ടെന്ന് അഭിനയിക്കുക, ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസൊക്കെ മറച്ചുവെക്കാൻ വേണ്ടി മുൻകൂട്ടി പഠിച്ചുവെച്ച ചില ഡയലോഗുകളും തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇതിനൊരു പെർഫെക്റ്റ് ഉദാഹരണമാണ് ഡാനിയലിന്റെ കഥ. അവൻ കുറേ പിക്കപ്പ് ലൈൻസും ടെക്നിക്കുകളുമൊക്കെ ഉപയോഗിച്ച് സ്റ്റേസിയെ ആകർഷിച്ചു, ശരി. പക്ഷെ ആ ഒരു ലക്ഷ്യം നേടിയ ശേഷം എന്തുപറ്റി? അവന്റെ ഉള്ളിലെ യഥാർത്ഥ അരക്ഷിതാവസ്ഥ പുറത്തുവന്നു. പിന്നെ നിർത്താതെയുള്ള ഡെസ്പറേറ്റ് മെസ്സേജുകളായിരുന്നു. സ്വാഭാവികമായും അവൾക്ക് അവനോടുള്ള എല്ലാ താൽപ്പര്യവും അതോടെ പോയി. കണ്ടില്ലേ? ഈ അഭിനയം അധികകാലം നിലനിൽക്കില്ല എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണിത്. ഇനി രണ്ടാമത്തെ തെറ്റായ വഴി നോക്കാം, നാർസിസിസം. ഇത് ശരിക്കും പറഞ്ഞ ഒരു തരം ഓവർ കോമ്പൻസേഷനാണ്. അതായത്, എനിക്കാരെയും വേണ്ട, ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥ. റോയുടെ കഥ ഇതിനൊരു ഉദാഹരണമാണ്. അവൻ ഒരുപാട് കാലം ഒരു നൈസ് ഗൈയായി ജീവിച്ചു. പക്ഷെ നിരന്തരമായി തിരസ്കരണങ്ങൾ നേരിട്ടപ്പോൾ അവൻ അസ്ലോബ്ലനും, അതായത് ഒരു തരം അസ്ലോബ്ലനുമായി മാറി. അതിനുശേഷം അവൻ സ്ത്രീകളെ ഒരു നേട്ടമായി കീഴടക്കാനുള്ളവരായി കാണാൻ തുടങ്ങി. പക്ഷെ ഇതവനിലേക്ക് ആകർഷിച്ചത് എന്താണ്? സ്ഥിരതയില്ലാത്ത ഒരുപാട് ഡ്രാമ നിറഞ്ഞ ബന്ധങ്ങൾ മാത്രം. അവസാനം അവന്റെ കയ്യിൽ ബാക്കിയായത് ദേഷ്യവും അതൃപ്തിയും മാത്രമായിരുന്നു. അപ്പോൾ ശരി, പെർഫോമൻസും നാർസിസിസവും തെറ്റായ വഴികളാണെങ്കിൽ പിന്നെ എന്താണ് ശരിയായ വഴി? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഇതാണ്, നീഡിനെസ്. എന്താണിത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥ. അതായത്, നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നില്ല, പകരം മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നോൺ നീഡിനെസ്. യഥാർത്ഥ ആകർഷണത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിന് നിങ്ങൾ വില കൽപ്പിക്കുന്നു. നിങ്ങളുടെ മൂല്യം വരുന്നത് പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് എന്ന ഉറച്ച വിശ്വാസം. ഓക്കെ, ഈ ആശയം ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പുസ്തകത്തിലെ രണ്ട് സാങ്കല്പിക കഥാപാത്രങ്ങളെ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. ഒരാള് നീഡിയായിട്ടുള്ള ജെയിംസ്, മറ്റൊരാള് നോൺ നീഡിയായിട്ടുള്ള ജെഫ്. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, കാരണം ഇതാണ് ഈ ആശയത്തിന്റെ കാതൽ. ആദ്യം നമുക്ക് ജെയിംസിനെ നോക്കാം, നീഡിയായ ആൾ. അവന്റെ പ്രയോറിറ്റീസ് എപ്പോഴും അവളുടെ കാര്യങ്ങളാണ്. അവളുടെ ഷെഡ്യൂൾ, അവളുടെ സന്തോഷം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അവൻ സ്വന്തം അഭിപ്രായം പോലും പറയാതെ എല്ലാം സമ്മതിച്ചു കൊടുക്കും. ഇനി അവൾ വേണ്ടെന്ന് വെച്ചാലോ അവൻ ആകെ തകർന്നു പോകും. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണ്? അവൾക്ക് അവനോടുള്ള ബഹുമാനമില്ലാതാവുന്നു, ആ ബന്ധം തകരുന്നു. ഇനി ജെഫിന്റെ സൈഡ് നോക്കാം. അവൻ നോൺ നീഡിയാണ്. അവന്റെ ജീവിതത്തിന്, അവന്റെ സുഹൃത്തുക്കൾക്ക് അവൻ വില കൊടുക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ അവൻ സ്വന്തം അഭിപ്രായം തുറന്നു പറയും, വേണ്ടയിടത്ത് അതിരുകൾ വയ്ക്കും. ഒരു റിജക്ഷൻ വന്നാൽ അത് അവനെ തളർത്തുന്നില്ല, അവൻ മൂവ് ഓൺ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്ത്രീകൾക്ക് അവനോട് സ്വാഭാവികമായി ഒരു ആകർഷണം തോന്നുന്നു. കാരണം അവന്റെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല, അവന്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നീഡിനെസ് മറികടന്ന് ഒരു നോൺ നീഡി വ്യക്തിയാകാൻ കഴിയുക? പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. അത് വൾണറബിലിറ്റി അഥവാ ദുർബലതയെ സ്വീകരിക്കുക എന്നതാണ്. ശരിയാണ്, വൾണറബിലിറ്റി അഥവാ ദുർബലത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് അതൊരു കുറവാണ്, ഒരു വീക്ക്നെസ്സാണ് എന്നല്ലേ? പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കാര്യത്തിൽ. വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഒരു ബലഹീനതയായിട്ടാണ് നമ്മളിൽ പലരും പഠിച്ചുവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം പറയുന്നത് നേരെ തിരിച്ചാണ്. വൾണറബിലിറ്റി ഒരു ദൗർബല്യമല്ല, അതൊരു ശക്തിയാണ്. ധൈര്യത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണത്.
അപ്പോ എന്താണ് ഈ യഥാർത്ഥ ദുർബലത? അത് കരയുന്നതോ പരാതി പറയുന്നതോ അല്ല, മറിച്ച് അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് പേടിക്കാതെ നിങ്ങൾ ആരാണെന്ന് തുറന്നു കാണിക്കുന്നതാണ്. ചിലപ്പോ നിങ്ങൾ പറയുന്ന തമാശ കേട്ട് ആരും ചിരിക്കില്ലായിരിക്കാം, നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിച്ചേക്കാം, നിങ്ങൾ ഡേറ്റിന് ചോദിക്കുമ്പോൾ ഒരു നോ കേൾക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ആ റിസ്ക് എടുക്കുന്നതാണ് യഥാർത്ഥ വൾണറബിലിറ്റി. ഇതാണ് ഞാൻ, ഒന്നുകിൽ എന്നെ ഇങ്ങനെ തന്നെ സ്വീകരിക്കുക അല്ലെങ്കിൽ വിട്ടുകളയുക എന്ന് പറയാനുള്ള ധൈര്യമാണത്. പക്ഷേ ഈ മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇതത്ര എളുപ്പവുമല്ല. വൾണറബിൾ ആടാൻ പഠിക്കുന്നത് ഒരു പ്രോസസ്സാണ്. അതിന്റെ തുടക്കത്തിൽ ഒരു പെയിൻ പീരീഡ് ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് അസ്വസ്ഥതകൾ തോന്നും, ഒരുപാട് തവണ പരാജയപ്പെടും. പക്ഷേ ആ ഒരു ഘട്ടം തരണം ചെയ്താൽ മാത്രമേ യഥാർത്ഥ മാറ്റം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ വൾണറബിലിറ്റി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് സത്യസന്ധത. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ സത്യസന്ധത ഒരു തന്ത്രമായി ഉപയോഗിക്കാൻ പറ്റില്ല. അതായത്, മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും നേടാനായി നിങ്ങൾ സത്യസന്ധത അഭിനയിച്ചാൽ അത് വർക്കാവില്ല. യഥാർത്ഥ സത്യസന്ധത എന്ന് പറയുന്നത് നിരുപാധികമാണ്, അതായത് അൺകണ്ടീഷണൽ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നൽകുന്നൊരു സമ്മാനം പോലെയാണത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, ട്രാൻസാക്ഷണൽ ഹോണസ്റ്റി, അതായത് ഇടപാട് സത്യസന്ധത. നിങ്ങൾ സത്യം പറയുന്നത് ഒരു പ്രത്യേക പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. മറ്റൊന്ന്, അൺകണ്ടീഷണൽ ഹോണസ്റ്റി, അഥവാ നിരുപാധിക സത്യസന്ധത. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സത്യം പറയുന്നു, കാരണം അത് നിങ്ങളുടെ സത്യമാണ്. മറ്റൊരാൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങളുടെ വിഷയമേയല്ല. അപ്പോൾ നമ്മൾ അവസാനം എത്തിച്ചേരുന്ന പോയിന്റ് ഇതാണ്. ഈ പുസ്തകം പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളിലോ പറയുന്ന കാര്യങ്ങളിലോ അല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളിലാണ്. റാൽഫ് വാൾഡോ എമ്മേഴ്സന്റെ ഈയൊരു ഉദ്ധരണി ഇതെല്ലാം സംഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് നിസ്തോല ഉച്ചത്തിൽ സംസാരിക്കുന്നു, നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങളുടെ പ്രവൃത്തികളാണ് നിങ്ങളുടെ വാക്കുകളേക്കാൾ 1000 മടങ്ങ് ശക്തം. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ അതിരുകൾ, നിങ്ങളുടെ സത്യസന്ധത ഇതെല്ലാം വെളിവാകുന്നത് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയാണ്. അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്നതുമായി ചേർന്നാണോ പോകുന്നത്? നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നാണോ? അതോ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി നിങ്ങളൊരു മുഖംമൂടി അണിഞ്ഞു ജീവിക്കുകയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചിന്തിക്കുക.